അതിലൊന്നാണ് ഈ ചെമ്മീൻ കെട്ട്. ചെമ്മീൻ കെട്ടിൽ ഇപ്പോൾ വലിയ രോഗവ്യാപനമാണ്. കാലാവസ്ഥാ മാറ്റം ഏറ്റവും ഗുരുതരമായി ബാധിച്ച ഒരു മേഖലയാണ് ചെമ്മീൻ കെട്ട് വ്യവസായ രംഗം. കാണാം, അവിടെ ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, കൊച്ചിയിൽ എവിടെയാണ് ഡാനി ഈ ചെമ്മീൻ കെട്ടുള്ളത്? എന്താണ് അവരുടെ അവസ്ഥ? സജിത്ത, കൊച്ചിയിൽ നമുക്ക് എളുപ്പം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കെട്ട് ഉള്ള ഒരു എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലങ്ങൾ എന്ന് പറയുന്നത് വരാപ്പുഴ മേഖല, അതോടൊപ്പം തന്നെ വൈപ്പിൻ മേഖലയാണ്. നമ്മൾ നേരത്തെ ഈ വൈപ്പിൻ മേഖലയിൽ നിന്ന് ഒരു ഫാം, ആ രീതിയിലുള്ള മത്സ്യ കർഷകരെ അവർ നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഈ എടവനക്കാട് മേഖലയിലുള്ള ഈ ചെമ്മീൻ കെട്ടാണ്. വളരെ പ്രകൃതിദത്തമായ ഈ രീതിയിലുള്ള ചെമ്മീൻ കെട്ട്. അപ്പുറത്ത് കണ്ടൽ കാടുകൾ അതിരിടുന്നു. അങ്ങനെ സ്വാഭാവികം അതിന്റെ തികച്ചും സ്വാഭാവികതയോടുകൂടി തന്നെയാണ് ഈ ചെമ്മീൻ കെട്ട് നടന്നു പോകുന്നത്. ഇവിടെ മത്സ്യ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിടേണ്ട കാര്യമില്ല, ചെമ്മീൻ കൊണ്ടുവന്നിടേണ്ട കാര്യമില്ല. അതിന്റെ ഒരു സ്വാഭാവികതയിൽ തന്നെ നിലനിന്ന് പോകുന്ന ഒരു ഇടമാണ്. വളരെ വർഷങ്ങളായിട്ട് ഇവിടെ അവർ കൃഷി ചെയ്തു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, നേരത്തെ മത്സ്യകർഷകനായ മുഹമ്മദ് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ചൂട് കൂടുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ അത് ആ കൃഷിയിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ വരുന്നു. ഇപ്പോൾ ഇവിടെ കാണുക, ഈ വല അത് അവര് വൃത്തിയാക്കുന്ന ഈ ചെറിയ മത്സ്യങ്ങൾ, നന്ദൻ എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്ന ചെറിയ മത്സ്യങ്ങൾ മുഴുവനായിട്ട് തന്നെ അതിൽ കുരുങ്ങി വന്നതാണ്. അവർ പറയുന്നത് ചൂട് കൂടുന്നതോടുകൂടി അത് ഈ വെള്ളത്തിൽ കിടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ മത്സ്യ കുഞ്ഞുങ്ങളെല്ലാം തന്നെ വരും. തുടർന്ന് സ്വാഭാവികമായിട്ടും ഈ എങ്ങനെയും പുറത്ത് കടക്കുക എന്ന രീതിയിലേക്ക് ഇത്തരം ചെറു മീനുകളെല്ലാം ഇതിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഇത്തരം ചെറു മത്സ്യങ്ങൾ കൂടുതലായിട്ട് തന്നെ ഈ മത്സ്യ ഫാമുകളിൽ തന്നെ തീറ്റയായി ഉപയോഗിക്കാറുണ്ട്. ഒപ്പം ഇത് ഉണക്കിയെടുത്ത ഉണക്ക മത്സ്യമായിട്ടും തന്നെ എല്ലാം തന്നെ മാറ്റാറുണ്ട്. ഇദ്ദേഹം കഴിഞ്ഞ ഏതാണ്ട് 25 വർഷത്തോളമായി ഈ രീതിയിൽ തന്നെയാണ് കർഷകനാണ് ഇവിടെ ഇത് ചെയ്ത് ജീവിക്കുന്നു. നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ ഇത് കൊണ്ടുപോകാൻ കഴിയുന്നതാണോ? ഇപ്പോഴൊരു 3-5 കൊല്ലോട്ട് ഇപ്പൊ നഷ്ടത്തിലോട്ടാണ് പോണത്. ചെമ്മീനൊക്കെ വൈറസ് ഒന്നും എത്തുപോലും. പിന്നെ ഇപ്പൊ ഈ കാലാവസ്ഥയിൽ ചൂടിന്റെയാണ് ഇങ്ങനെ വന്നത്. വൈറസൊക്കെ ബാധിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ നമുക്ക് ഇതും കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയി തുടങ്ങിയുണ്ട് 3-5 കൊല്ലോട്ട്. ഇതിപ്പോ ഈ ചൂട് കൂടുന്നതുകൊണ്ട് ഇത് ചൂട് കൂടണേണ്ട ഈ മാസങ്ങളിൽ. പിന്നെ മീൻ വളർത്തുന്ന കെട്ടുകളൊക്കെ ഉണ്ട്, അതിനകത്ത് മീൻ പൊങ്ങി ചത്തുവും ഈ മാസങ്ങളിൽ. ഇത് നമ്മളിപ്പോ പണ്ട് തുടങ്ങിയുള്ള രീതിയിലുള്ളതാണ്. ഒന്നും ഇട്ട് വളർത്തണല്ല, പുഴയെന്ന് കാരണം ഇട്ട് വളർത്തുന്ന ആൾക്കാർക്കും ഇതൊക്കെ തന്നെ ഈ അവസരം ചത്തുവും. ഹാച്ചറിയിൽ നിന്ന് വാങ്ങിച്ച് മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇടണൊക്കെ ചത്തുവും, ഈ സമയത്ത് ചത്തുവും. എത്ര പേരുണ്ട് ഇവിടെ? ഞങ്ങള് 3-4 പേരുണ്ട്. ഇതിലിപ്പോ ഒരു വർഷം അതിൽ നമ്മൾക്കിപ്പോ ഒരു ആദായം കിട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഏത് വർഷമൊക്കെ കൂടുതൽ വിളവെടുപ്പൊക്കെ നടക്കുന്ന സമയമാണ്? ടൈം ഇതാണ്. ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് കെട്ടിന്റെ കഴിഞ്ഞ്. ഇപ്പൊ ആ ഒരു വിളവെടുപ്പ് കാലമാണ് ഇപ്പൊ ഈ കഴിഞ്ഞു പോണത്. സാധാരണ ഇവിടെ വന്ന ആളുകൾ വന്ന് വാങ്ങിക്കാറൊക്കെ ഉണ്ട്. പിന്നെ മൊത്തമായിട്ട് കമ്പനികളിൽ കൊണ്ട് കൊടുക്കും. മാർക്കറ്റ് കമ്പനി. ഏതൊക്കെ കാരച്ചെമ്മീൻ, നാരൻ ചെമ്മീൻ, ചൂടൻ ചെമ്മീൻ, തെളിച്ചെമ്മീൻ. ഇത് ഒന്നും ഈ ചൂടിനെ പ്രതിരോധിക്കുന്നില്ല, പെട്ടുപോകുന്ന. അല്ല, ഇപ്പൊ ഈ ചൂട് മാസങ്ങളിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിക്കാൻ പറ്റൂല, ചൂട് കൊണ്ട് നിക്കാൻ പറ്റൂല. വെള്ളം ഏതാണ്ടും പഴുത്തിരിക്കുന്ന അവസ്ഥ. എപ്പോഴെങ്കിലും സഹായം എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ടോ? ഇല്ല, അങ്ങനെ കിട്ടാറൊന്നുമില്ല. കഴിഞ്ഞു പോകണം. കെഞ്ചേട്ടൻ ഏതാണ്ട് 25 വർഷത്തിലധികമായിട്ട് ഇത് ഈ രീതിയിൽ തന്നെ കൃഷി ചെയ്ത് പോകുന്ന ഒരാളാണ്. ഇവിടെ ഉള്ള ഈ ഒരു താൽക്കാലിക സംവിധാനത്തിൽ ഇവരെല്ലാം ഒരുമിച്ച് കഴിയുകയെല്ലാം തന്നെ ചെയ്യുന്നു. ഇവിടെ തന്നെയാണോ? ഒപ്പം തന്നെയാണ്. നഷ്ടമാണ് മൊത്തത്തിൽ? നഷ്ടമാണ്. കഴിഞ്ഞ കൊല്ലം ഒരു 3-5 ലക്ഷം രൂപ വെച്ച് പോയി. 3-5 ലക്ഷം രൂപ പോയി ഓരോരുത്തർക്ക്. ഈ നഷ്ടം സഹിക്കാല്ലാതെ മറ്റു വഴിയില്ല. ഒരു വഴിയില്ല. ആരെന്ത് തരാനാണ്? ഈ സമയം പ്രത്യേകിച്ച് ഒരു ഉത്സവ സമയമാണല്ലോ ഇപ്പൊ വരുന്നത്. ഇനി ഒരു മാസം കൂടി, ഒരു മാസം ഇല്ല. ഒരു മാസത്തിന്റെ ഒരു ആദായമാണ് ഒരു വർഷത്തെ നമ്മുടെ ഒരു ലാഭം എന്ന് പറയുന്നത്. ഒന്നും കിട്ടിയില്ല.
സഹിതത്തിന്റെ വാക്കുകൾ തന്നെ മുഴുവൻ നിരാശയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. കാരണം അതിലൊരു ആദായം കിട്ടുന്നൊരു മാസം എന്ന് പറയുന്നത് ഈ ഒരു മാസമാണ്. ഈ ഒരു ഉത്സവാന്തരീക്ഷത്തിലേക്കൊക്കെ എല്ലാം തന്നെ പോവുക, വിഷു, ഈസ്റ്റർ ആ സമയങ്ങളിലേക്കെല്ലാം തന്നെ വരിക, ആ സമയത്തേക്ക് വളർത്തിയെടുക്കുന്ന, അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വളർത്തിയെടുക്കുന്നതാണ് ഈ ഹാച്ചറികളിലായാലും അതോടൊപ്പം തന്നെ ഫാമുകൾ, ഇത്തരം ഈ രീതിയിലുള്ള ചെമ്മീൻ കെട്ടുകൾ, ഇവിടെ എല്ലാം തന്നെ അവരുടെ ലക്ഷ്യം ഈ ഒരു സമയത്തേക്ക് കരുതിയെടുക്കുക, ഇതിൽ നിന്നുള്ളൊരു ആദായം, അത് അവരുടെ ജീവിതത്തെ തന്നെ മെച്ചപ്പെടുത്തിയെടുക്കുന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കൃഷിയെല്ലാം നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം നഷ്ടമായത് ലക്ഷങ്ങളാണ്. ഇത്തവണയും അതിന് മാറ്റം ഉണ്ടാകുന്നില്ല. അത് ഒരു തിരിച്ചറിവാണ്. ഈ കടുത്ത ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് ഒന്നും സാധ്യമല്ല. മറ്റാരുടെയും വിഷയങ്ങളല്ല. അന്തരീക്ഷം വളരെ ചൂട് കൂടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഈ മത്സ്യകൃഷി തീർത്തും നഷ്ടമാകുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. കടുത്ത ചൂട്, നേരത്തെ അദ്ദേഹം പറയുന്ന വെള്ളം പഴുത്ത് കിടക്കുന്ന അവസ്ഥയാണ്. മീൻ എങ്ങനെ അതിനെ പ്രതിരോധിക്കും എന്നെല്ലാം തന്നെ പറയുന്നു. അങ്ങനെ നഷ്ടങ്ങളുടെ കഥ മാത്രമേ ഈ ചെമ്മീൻ കെട്ടുകളും ഹച്ചറയിൽ നിന്നും എല്ലാം തന്നെ ഉള്ളൂ. ഇത് കടുത്ത ചൂട് എല്ലാവരിലേക്കും തന്നെ പടരുകയാണ്. സാമ്പത്തികമായും ആരോഗ്യമായും എല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു കാലമാണ്. സജിത്ത, ഇതാണ് ചെമ്മീൻ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയാണ് ഡാനി പോൾ പറയുന്നത്. നമ്മൾ വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ ഈ കാലാവസ്ഥാ മാറ്റം എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ നമ്മൾ ജാഗരൂകമാകണമെന്നതാണ് പറഞ്ഞു വന്നിരുന്നത്. അതിൽ